നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പിണറായി സർക്കാർ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഇന്ന് രാവിലെ കാസർഗോഡ് ജില്ലയിൽ കാലിക്കടവ് മൈതാനത്താണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തുടർന്ന് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളും ആഘോഷ പരിപാടികൾ നടക്കും. പിണറായി സർക്കാരിന്റെ തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത്. 100 കോടിയിലേറെ രൂപ ചെലവിട്ടുകൊണ്ടാണ് വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9ാം വർഷത്തിലാണ് ഇടതുമുന്നണിയുള്ളത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രചാരണം ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇതെല്ലാം തള്ളിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കഴിഞ്ഞ വർഷം ആഘോഷം ഒഴിവാക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വീണ്ടും ഒരു വിപുലമായ ആഘോഷത്തിലേക്ക് പോകുന്നത്. ഇന്ന് കാസർഗോഡ് ആരംഭിച്ച് മെയ് 23-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലയിലും എൻ്റെ കേരളം എന്ന പേരിൽ 7 ദിവസത്തെ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കും. ശീതീകരിച്ച പന്തലുകൾക്കും സൗകര്യങ്ങൾക്കുമായി 42 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഇതിന്റെ നിർമ്മാണ ചുമതല ഊരാലുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിനാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങുകയും സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ ജനങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ഫീസുകൾ കൂട്ടുകയും ചെയ്യുമ്പോഴാണ് മന്ത്രിസഭ വാർഷികം ഇത്രയേറെ പണം ചെലവിട്ട് ആഘോഷിക്കുന്നത്. സ്ഥിരീകരിച്ച ജർമ്മൻ ഹാങ്ങറുകളാണ് പരിപാടികൾക്കായി നിർമ്മിക്കുന്നത്. ഇവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതല ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കീഴിലുള്ള കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനാണ്. ഇതിനായാണ് ഓരോ ജില്ലയിലും കിഫ്ബി 3 കോടി വീതം ചെലവഴിക്കുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ കൺസോർഷ്യമാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഓരോ ജില്ലയിലെയും ചുമതല കൺസോർഷ്യം വിവിധ കമ്പനികൾക്ക് വീതിച്ചു നൽകിയിട്ടുണ്ട്. പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് ഓരോ ജില്ലയിലും 40 ലക്ഷം വീതം ആകെ 5.6 കോടി അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേക പവലിയൻ, കലാപരിപാടികൾ, ജില്ലാതല യോഗം, പ്രാദേശിക പ്രചാരണങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ തുക. പരസ്യ ബോർഡുകൾക്ക് മാത്രം 15 കോടിയോളം രൂപ വരും. ജില്ലയിലെ പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കാൻ സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും 7 ലക്ഷം വീതം ചെലവിടാൻ അനുമതിയുണ്ട്. ഇതനുസരിച്ച് ഒരു ജില്ലയിൽ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും 3.5 കോടിയോളം ചെലവിടും. എല്ലാ ജില്ലകളും കൂടി ഈ വിഭാഗത്തിൽ ചെലവ് 49 കോടി വരും. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ 20.71 കോടി നീക്കിവച്ചിട്ടുണ്ട്. 2022-23 വർഷങ്ങളിൽ സർക്കാരിന്റെ 1ഉം 2ഉം വാർഷിക ആഘോഷങ്ങൾക്കായി ഈ രീതിയിൽ വേദി ഒരുക്കിയത് IIIC ആണ്. വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും. ക്ഷണക്കത്ത് അച്ചടിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പ്രമുഖരെ കണ്ടെത്തി നടത്തുന്ന പരിപാടിക്കുള്ള ചെലവ് പ്രത്യേകം. പിന്നാലെ മേഖലാതല യോഗങ്ങളും വരും. ജില്ലാതല യോഗങ്ങൾ നടക്കുന്ന ദിവസം LDF റാലിയും നടത്തും. മുഖ്യമന്ത്രിക്കെതിരെ എതിർപ്പുയർത്തി സംസാരിക്കുന്നവർക്ക് അവസരം കൊടുക്കാത്ത രീതിയിലാകും പരിപാടികൾ സംഘടിപ്പിക്കുക. നവകേരള പരിപാടി പോലെ ഇത്തവണ ബസ്സിലൊന്നും യാത്രയുണ്ടാകില്ല. സർക്കാരിന്റെ നേട്ടങ്ങളും വരും വർഷത്തെ പ്രധാന പരിപാടികളും വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് സർക്കാർ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രദർശന വിപണന മേളകൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ഇവയിൽപ്പെടും. ആഘോഷം കേന്ദ്രങ്ങളാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് നേട്ടങ്ങളെ പൊലിപ്പിക്കാനുള്ള നീക്കം. എല്ലാ ആഴ്ചയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പുനരാരംഭിച്ചതും ഇതിന്റെ ഭാഗമായാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച വന്നാൽ പരിപാടിയുടെ ഷെഡ്യൂളിലും മാറ്റം വരും. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന കാര്യം ഓർക്കണം. അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ രംഗങ്ങൾ അനിശ്ചിതത്വത്തിലാക്കി മലയോര ജനത വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിൽ ചെലവാക്കുന്ന പണത്തിൽ 1/3 മതി വയനാട്ടിലെ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ. തീരപ്രദേശവും വറുതിയിലും പട്ടിണിയിലുമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ക്ഷേമ വികസന പദ്ധതികൾ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തുന്നു. ഖജനാവിൽ പണമില്ല. 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു.
കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പലതവണ മുടങ്ങുന്നു. ക്ഷേമനിധി ബോർഡുകളും തകർച്ചയുടെ വക്കിലാണ്. പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം അംശാദായമായി കൊടുത്ത് ക്ഷേമനിധികളിൽ നിന്ന് പോലും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളിൽ ഉൾപ്പെടെ പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസമായി. അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നില്ല. ആശാവർക്കർമാരോടും അംഗനവാടി ജീവനക്കാരോടും ദയാരഹിതമായാണ് പോലീസ് പെരുമാറുന്നത്. വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെയാണ് മന്ത്രിമാർ അപഹസിക്കുന്നത്. സമരം ചെയ്യുന്നവരെ കളിയാക്കുന്ന തീവ്ര വലതുപക്ഷ സർക്കാരായി ഇവർ മാറുന്നു. കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ എല്ലാ ജാടകളുമുള്ള സർക്കാരും മന്ത്രിമാരുമാണ് കേരളത്തിലുള്ളത്. സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ മരുന്നില്ല. കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങുന്നു. റബ്ബറിന് 250 രൂപ തറവിലയാകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞവർ വാഗ്ദാനം നടപ്പാക്കിയില്ല. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില ഇടിയുന്നു. നാളികേര സംഭരണം നടക്കുന്നില്ല. നെല്ല് സംഭരണം പൂർണ്ണമായി പാളിപ്പോയി. മില്ലുടമകളുമായി ചേർന്ന് കർഷകരെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. വന്യജീവി ആക്രമണത്തിലും ഒരു നടപടിയുമില്ല. 4 മാസത്തിനിടെ 18 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. കഴിഞ്ഞ ദിവസം 3 പേർ കൊല്ലപ്പെട്ടു. എന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തീരപ്രദേശത്ത് മണൽ ഖനനം നടത്തുമ്പോഴും സർക്കാർ മിണ്ടാതിരിക്കുന്നു. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിക്കുന്നില്ല. തീരദേശ ഹൈവേ കൊണ്ടുവന്ന് തൊഴിലാളികളുടെ ഉപജീവനം ഇല്ലാതാക്കുന്നു. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നിലനിൽക്കുന്നത്. ഇത്രയൊക്കെ കേരള സർക്കാർ അഥവാ CPM സർക്കാർ, പിണറായി സർക്കാർ കേരളത്തിനെ നശിപ്പിച്ച് നാരായണക്കരയിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് നേട്ടമാണ് പിണറായി സർക്കാരിന് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ പാടിപ്പുകത്തി കേൾപ്പിക്കാനുള്ളത് ജനങ്ങളുടെ കാതുകളിലേക്ക്? ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.